ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ 7 പാക് ഭീകരരെയാണ് സൈന്യം വധിച്ചത്. ഇതിൽ 5 ഭീകരരുടെ വിവരങ്ങളാണ് കേന്ദ്രം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിന്റെ 3 പേരും ലഷ്കർ ഇ തോയ്ബയുടെ 2 പേരുമാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മൗലാന മുഹമ്മദ് അസറിന്റെ സഹോദരിമാരുടെ ഭർത്താക്കന്മാരായ ഹാഫിസ് മുഹമ്മദ് ജമീൽ, മുഹമ്മദ് യൂസുഫ് അസർ എന്നിവരും ഉൾപ്പെടും. ഇരുവരും ജമ്മു കാശ്മീരിൽ നടന്ന നിരവധി ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് ഫണ്ട് സമാഹരിക്കുന്നതിലും തെറ്റായ രീതിയിൽ യുവാക്കൾക്ക് മതചിന്ത വളർത്തുന്നതിലും പ്രധാന പങ്കുവഹിച്ച നേതാവ് കൂടിയാണ് ഹാഫിസ് മുഹമ്മദ് ജമീൽ. പാക് അധീന കശ്മീരിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർ മുഫ്തി അസ്ഗർ ഖാന്റെ മകൻ മുഹമ്മദ് ഹസൻ ഖാനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ നടന്ന ആക്രമണങ്ങളിൽ ഇയാളും പ്രധാന പങ്ക് വഹിച്ചതായി കേന്ദ്രം വ്യക്തമാക്കുന്നു. മുദസ്സർ ഖാദിയാൻ ഖാസും അബു അഖ്സ എന്നറിയപ്പെടുന്ന ഖലീദും ലഷ്കർ ഇ തോയ്ബയുടെ നേതാക്കളാണ്. കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമായതോടെ ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ളതെന്ന് വ്യക്തമാകുന്നു. അതേസമയം ഭീകരരുമായോ ഭീകര സംഘടനകളുമായോ ബന്ധമില്ലെന്ന് ആവർത്തിക്കുന്ന പാകിസ്ഥാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ തന്നെയാണ് കൊല്ലപ്പെട്ട ഭീകരരുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.